ഗെറ്റ് ഇന്നിൻ്റെ അഞ്ചാമത്തെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയെ മറ്റൊരാളെ മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുവാനായിട്ട് ഗെറ്റ് ഇൻ ടച്ച് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തത്, I'll get in touch with you later about the meeting details. മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താങ്കളെ പിന്നീട് അറിയിക്കാം. I'll get in touch with you later about the meeting details. Next, I'll get in touch with you tomorrow to confirm the details. ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുന്ന കാര്യം ഞാൻ താങ്കളെ നാളെ അറിയിക്കാം. I'll get in touch with you tomorrow to confirm the details. Next, let me know if you need anything. താങ്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കുക. ആൻഡ് I'll get in touch with you. ഞാൻ താങ്കളെ അറിയിക്കാം, ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യാം. അതെന്തുമാകാം, ഇമെയിലാകാം, മെസ്സേജ് ആകാം, ഫോൺ കോൾ ആകാം, എന്തുമാകാം. ആൻഡ് I'll get in touch with you. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, താങ്കൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഒന്നും വിചാരിക്കാതെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് എ കസ്റ്റമർ സർവീസ് ഫോർ ഫർദർ അസിസ്റ്റൻസ്. ഇനിയുള്ള അസിസ്റ്റൻസിനായിട്ട് താങ്കൾക്ക് കസ്റ്റമർ സർവീസിനെ കോൺടാക്റ്റ് ചെയ്യാം. യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് എ കസ്റ്റമർ സർവീസ് ഫോർ ഫർദർ അസിസ്റ്റൻസ്. നെക്സ്റ്റ്, പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് വിത്ത് എ പ്രോജക്റ്റ്. പ്രോജക്റ്റിന് എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ ദയവായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച് ഇഫ് യു നീഡ് എനി ഹെൽപ്പ് വിത്ത് ദ പ്രോജക്റ്റ്. നെക്സ്റ്റ്, ഇഫ് യു എവർ നീഡ് എനിത്തിങ്, താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഗെറ്റ് ഇൻ ടച്ച്. കോൺടാക്റ്റ് ചെയ്യുവാനായിട്ട് ഹെസിറ്റേറ്റ് ആകല്ലേ, മീൻസ് ഒന്നും വിചാരിക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഗെറ്റ് ഇൻ ടച്ച്. നെക്സ്റ്റ്, ഇഫ് എനിത്തിങ് ചേഞ്ചസ്, എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ I'll get in touch with you right away. ഉടനെ തന്നെ ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യും. I'll get in touch with you right away. Next, I'll get in touch with you as soon as possible. ഉടനെ തന്നെ, എത്രയും വേഗം തന്നെ ഞാൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യും, കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. I'll get in touch with you as soon as possible. Next, I finally got in touch with the right person to solve the issue. ഇഷ്യൂ സോൾവ് ചെയ്യുവാനായിട്ട് അവസാനം ഞാൻ കറക്റ്റായിട്ടുള്ള പേഴ്സണെ കോൺടാക്റ്റ് ചെയ്തു. I finally got in touch with the right person to solve the issue. Next, I'll get in touch with you later. ഞാൻ താങ്കളെ പിന്നീട് കോൺടാക്റ്റ് ചെയ്യും, പിന്നീട് കോൺടാക്റ്റ് ചെയ്യാം. I'll get in touch with you later. Next, she needs to get in touch with her friend. അവൾക്ക് അവളുടെ ഫ്രണ്ടിനെ, സുഹൃത്തിനെ കോൺടാക്റ്റ് ചെയ്യണം. She needs to get in touch with her friend. Next, can you get in touch with him for me? എനിക്ക് വേണ്ടിയിട്ട് നീ അവനെ കോൺടാക്റ്റ് ചെയ്യാമോ? Can you get in touch with him for me? Next, I'll get in touch if I have more questions. എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യനുകളുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും, കോൺടാക്റ്റ് ചെയ്യും. I'll get in touch if I have more questions. Next, he tried to get in touch but couldn't reach her. അവൻ കോൺടാക്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു, പക്ഷേ കോൺടാക്റ്റ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. He tried to get in touch but couldn't reach her. Next, they'll get in touch with us about the plans. പ്ലാൻസിനെ പറ്റി സംസാരിക്കുവാനായിട്ട് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും, കോൺടാക്റ്റ് ചെയ്യും. They'll get in touch with us about the plans. Next, he wants to get in touch with his
ഓൾഡ് ക്ലാസ്മേറ്റ്സ്. അവൻ്റെ പഴയ ക്ലാസ്മേറ്റ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് അവന് ആഗ്രഹമുണ്ട്. ഹി വാണ്ട്സ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിസ് ഓൾഡ് ക്ലാസ്മേറ്റ്സ്. നെക്സ്റ്റ്, ഡിഡ് ദേ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു യെറ്റ്? അവർ ഇതുവരെയായിട്ടും നിന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നോ? ഡിഡ് ദേ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു യെറ്റ്? നെക്സ്റ്റ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം? ഞാൻ എങ്ങനെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യും? എങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടും? ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം? നെക്സ്റ്റ്, ഐ വിൽ ഗെറ്റ് ഇൻ ടച്ച് വൺസ് ഐ ആം ഫ്രീ. ഞാൻ ഫ്രീ ആകുമ്പോൾ കോണ്ടാക്ട് ചെയ്യാം. ഐ വിൽ ഗെറ്റ് ഇൻ ടച്ച് വൺസ് ഐ ആം ഫ്രീ. നെക്സ്റ്റ്, ഷീ വിൽ ഗെറ്റ് ഇൻ ടച്ച് വെൻ ഷീ ഈസ് റെഡി. അവൾ റെഡി ആകുമ്പോൾ അവൾ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും, ബന്ധപ്പെടുന്നതായിരിക്കും. ഷീ വിൽ ഗെറ്റ് ഇൻ ടച്ച് വെൻ ഷീ ഈസ് റെഡി. നെക്സ്റ്റ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് കസ്റ്റമർ സർവീസ്? കസ്റ്റമർ സർവീസുമായിട്ട് ഞാൻ എങ്ങനെ ബന്ധപ്പെടും? ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് കസ്റ്റമർ സർവീസ്? നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മൈ ബോസ്. എനിക്ക് എൻ്റെ ബോസിനെ കോണ്ടാക്ട് ചെയ്യണം. ഐ നീഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മൈ ബോസ്. നെക്സ്റ്റ്, വിൽ ഗെറ്റ് ഇൻ ടച്ച് സൂൺ ടു കൺഫേം ദ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. വിൽ ഗെറ്റ് ഇൻ ടച്ച് സൂൺ ടു കൺഫേം ദ ഡീറ്റെയിൽസ്. നെക്സ്റ്റ്, they will get in touch by email. ഇമെയിൽ വഴി അവർ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. they will get in touch by email. നെക്സ്റ്റ്, can you help me get in touch with her? അവളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കാമോ? can you help me get in touch with her? നെക്സ്റ്റ്, we should get in touch more often. നമുക്ക് കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്യണം, ബന്ധപ്പെടണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. We should get in touch more often. Next, please get in touch when you arrive. നീ എത്തുമ്പോൾ ദയവായിട്ട് കോണ്ടാക്ട് ചെയ്യണം. Please get in touch when you arrive. Next, he hasn't gotten in touch yet. അദ്ദേഹം ഇതുവരെയായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. He hasn't gotten in touch yet. ഇനി ഗെറ്റ് ഇന്നിൻ്റെ അടുത്ത മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കലി നമ്മുടെ ശരീരം ഫിറ്റാകുക മീൻസ് ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുവാനായിട്ട് ഗെറ്റ് ഇൻ ഷേപ്പ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഐ ആം ട്രൈങ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ഫോർ ദ സമ്മർ. സമ്മറിന് വേണ്ടിയിട്ട് എൻ്റെ ശരീരം ഞാൻ ഫിറ്റാക്കുവാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദ ജിം റെഗുലർലി. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ട് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദ ജിം റെഗുലർലി. നെക്സ്റ്റ്, ഷീ ഈസ് ട്രൈ ടു ഗെറ്റ് ഇൻ ഷേപ്പ് ബൈ ഡൂയിങ് യോഗ എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ യോഗ ചെയ്ത് അവളുടെ ശരീരം ഫിറ്റാക്കുവാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ട്രൈ ടു ഗെറ്റ് ഇൻ ഷേപ്പ് ബൈ ഡൂയിങ് യോഗ എവറി മോർണിംഗ്. നെക്സ്റ്റ്, റണ്ണിങ് ഈസ് എ ഗ്രേറ്റ് വേ ടു ഗെറ്റ് ഇൻ ഷേപ്പ്. ഓടുന്നത് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കുവാനായിട്ടുള്ള നല്ലൊരു വഴിയാണ്. റണ്ണിങ് ഈസ് എ ഗ്രേറ്റ് വേ ടു ഗെറ്റ് ഇൻ ഷേപ്പ്. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ബിഫോർ മൈ വെക്കേഷൻ നെക്സ്റ്റ് മന്ത്. എൻ്റെ അടുത്ത മാസത്തെ വെക്കേഷന് മുന്നേ എനിക്ക് എൻ്റെ ശരീരം ഫിറ്റാക്കി എടുക്കണം. ഐ നീഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ബിഫോർ മൈ വെക്കേഷൻ നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ്, ഹി ഈസ് വർക്കിംഗ് നൗ ടു ഗെറ്റ് ഇൻ ഷേപ്പ് ഫോർ ദ റേസ്. റേസിന് വേണ്ടിയിട്ട് നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാക്കുവാനായിട്ട് ഫിറ്റായിട്ടുള്ള ഒരു ശരീരം ഉണ്ടാക്കുവാനായിട്ട് അവൻ വർക്കൗട്ട് ചെയ്യുകയാണ്.
ഹീ ഈസ് വർക്കിംഗ് ഔട്ട് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ഫോർ ദ റേസ്. നെക്സ്റ്റ്, ദേ ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ടുഗദർ. അവർ ഒരുമിച്ച് ശരീരം ഫിറ്റ് ആക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ടുഗദർ. നെക്സ്റ്റ്, യു ക്യാൻ ഗെറ്റ് ഇൻ ഷേപ്പ് ബൈ സ്വിമ്മിങ്. നീന്തിക്കൊണ്ട് നിനക്ക് നിൻ്റെ ശരീരം ബെറ്റർ ആക്കുവാനായിട്ട് ഫിറ്റ് ആക്കുവാനായിട്ട് സാധിക്കും. യു ക്യാൻ ഗെറ്റ് ഇൻ ഷേപ്പ് ബൈ സ്വിമ്മിങ്. നെക്സ്റ്റ്, ഹീ ഹയർഡ് എ ട്രെയിനർ ടു ഹെൽപ്പ് ഹിം ഗെറ്റ് ഇൻ ഷേപ്പ്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുവാനായിട്ട്, ഫിറ്റായിട്ടുള്ള ശരീരം ഉണ്ടാക്കുവാനായിട്ട് അവനൊരു ട്രെയിനറെ ഹയർ ചെയ്തു. ഹീ ഹയർഡ് എ ട്രെയിനർ ടു ഹെൽപ്പ് ഹിം ഗെറ്റ് ഇൻ ഷേപ്പ്. നെക്സ്റ്റ്, ഷീ ഈസ് ഡൂയിങ് യോഗ ടു ഗെറ്റ് ഇൻ ഷേപ്പ്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുവാനായിട്ട്, ഫിറ്റായിട്ടുള്ള ശരീരം ഉണ്ടാക്കുവാനായിട്ട് അവൾ യോഗ ചെയ്യുകയാണ്. ഷീ ഈസ് ഡൂയിങ് യോഗ ടു ഗെറ്റ് ഇൻ ഷേപ്പ്. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ഫോർ ദ മാരത്തൺ. മാരത്തണിന് വേണ്ടിയിട്ട് എനിക്ക് ശരീരം ഫിറ്റാക്കണം. ഐ നീഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് ഫോർ ദ മാരത്തൺ. നെക്സ്റ്റ്, ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുന്നത് പ്രയാസമാണ്. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. പക്ഷേ അത് ആവശ്യമാണ്. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നെക്സ്റ്റ്, വി ഷുഡ് എക്സസൈസ് മോർ ടു ഗെറ്റ് ഇൻ ഷേപ്പ്. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യണം. വി ഷുഡ് എക്സസൈസ് മോർ ടു ഗെറ്റ് ഇൻ ഷേപ്പ്. നെക്സ്റ്റ്, ഐ എം യൂസിങ് എ ഫിറ്റ്നസ് ആപ്പ് ടു ഗെറ്റ് ഇൻ ഷേപ്പ്. നല്ല ഫിറ്റായിട്ടുള്ള ശരീരം ഉണ്ടാക്കുവാനായിട്ട് ഞാനൊരു ആപ്പ് യൂസ് ചെയ്യുകയാണ്. ഐ എം യൂസിങ് എ ഫിറ്റ്നസ് ആപ്പ് ടു ഗെറ്റ് ഇൻ ഷേപ്പ്.